ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. പിറന്നാളായിട്ട് നിങ്ങൾ ഇങ്ങനൊരു തീപ്പൊരി ഐറ്റം നമ്മൾ ആരാധകർക്ക് തരുമെന്നുള്ളത് സത്യം പറഞ്ഞാൽ താങ്ക് യു ലാലേട്ടാ ആൻഡ് താങ്ക് യു ജീത്തു ജോസഫ്. ഞാൻ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ചത് ഇതെന്താണെന്നറിയോ, മറ്റേ കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കുത്തിയത് എന്ന് പറയുന്ന വാർത്ത അറിയാൻ വേണ്ടി നമ്മൾ കുറേ കാലം കാത്തിരുന്നു. അവസാനം കട്ടപ്പ എന്തിനാ ബാഹുബലിയെ കുത്തിയെന്ന് പറയുന്ന കഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ കഥയുടെ സസ്പെൻസ് പൊളിക്കാമെന്ന് വെച്ചാൽ പോലും നിങ്ങൾ എത്രയെന്ന് വെച്ച് പൊളിക്കും? ഒന്നാമത് കട്ടപ്പ ബാഹുബലിയെ കൊന്ന എന്തിനാണെന്നുള്ള കഥ പറയണമെങ്കിൽ നിങ്ങൾ ഒരു ലോഡ് കഥ പറയണം, ഒരു നോവലിലുള്ള കഥ. എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ സ്പോയിലർ പൊളിക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങി നടന്നാലും ഒന്നോ രണ്ടോ സർപ്രൈസ് ഫാക്ടറുകൾ പറയാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്ത് കുറേ പരിപാടിയുണ്ട് വേൻ. ആൻഡ് എല്ലാത്തിൻ്റെയും മുകളിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ്. എനിക്ക് ലാസ്റ്റ് ഒരു സീനിൽ എല്ലാവരും കൈയടിച്ചു. ആക്ച്വലി അത് കൈയടിക്കേണ്ട സീനല്ല. ആ സീനിൽ ആ ക്യാരക്ടറിൻ്റെ പെയിനുണ്ട്. ആ ക്യാരക്ടർ തന്നെ പേടിച്ചു തുടങ്ങുന്ന ഒരു ഭീകര സാധനം, വേറെ ലെവൽ സാധനമുണ്ട്. എന്ത് സിമ്പിളായിട്ടാണോ ലാലേട്ടൻ ചെയ്തത്. ഞാൻ ക്യാരക്ടർ വൈസൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതിൽ കുറേ സ്പോയിലർ ആവുമെന്നുള്ളത് എനിക്ക് ഒരുപാട് പറയാൻ പറ്റില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. പ്ലസ് ലാലേട്ടൻ്റെ ഈ വില്ലൻ സിനിമയിൽ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്ന ഒരു സീക്വൻസ് നമ്മൾ ഇപ്പോഴും എടുത്തു വെച്ച് കാണില്ലേ, അതിൻ്റെയൊക്കെ ഒരു വേറെ ലെവൽ സാധനം. ലാലേട്ടൻ അത് നോക്കി പെർഫോം ചെയ്ത് നടന്നു വന്ന് കണ്ണടയ്ക്കുന്ന സീൻ. ദൃശ്യം 1 ലാലേട്ടൻ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയോ, ദൃശ്യം 2 എന്തൊക്കെ നിങ്ങൾക്ക് ലാക്ക് ചെയ്തു എന്ന് തോന്നിയോ, അത് പ്ലസ് ഒരു ഗംഭീര ലാലേട്ടൻ ഷോ ആണ് ദൃശ്യം 3. ജീത്തു ജോസഫ്, ഞാനുണ്ടല്ലോ ഈ സിനിമയുടെ ഒരു റീക്യാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീക്യാപ്പ് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ റീക്യാപ്പ് കാണാതെ വന്നാലും ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അവർ കാണിച്ചു തരും. അതുപോലെ ഈ സിനിമയുടെ ഒരു ട്രെയിലർ ഡീകോഡിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെയൊക്കെ ഈ ജീത്തു ജോസഫ് ഉണ്ടല്ലോ, അങ്ങേര് കള്ളനാണ്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണിച്ച് പക്ഷേ ഇതൊന്നും അതായത് പുള്ളി ഈ കഴിഞ്ഞിടയ്ക്ക് പുള്ളിയുടേതായിട്ടുണ്ടായ പൊട്ടിപ്പോയ പടങ്ങൾ പോലും ഇങ്ങനൊരു ഗടാഗടികൻ സാധനം റെഡിയാക്കി വെച്ചിട്ട് അവിടേക്ക് പുള്ളി നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയില്ലേ, അതിലൊരു കള്ളനാണെന്ന് തോന്നിയിപ്പം. ഗംഭീര പടം മാൻ, ഗംഭീര പടം. എന്ന് വെച്ചാൽ എനിക്കിനി ഇതിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആദ്യം ഞാനങ്ങ് പറഞ്ഞു തീർക്കാം. ഇതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ശാന്തി അഡ്വക്കേറ്റ് അവർ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, വൈകുന്നേരം എല്ലാവരും കൂടി ഇരിക്കുന്നത്. അതിൽ ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വരെയുള്ള അത്രയും സമയത്തെ കളർ ഗ്രേഡിങ് എനിക്ക് കാർട്ടൂൺ പോലെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രേഡിങ് മാത്രം എനിക്കൊരു കുഴപ്പമായിട്ട് തോന്നി. എസ്തറിൻ്റെ കഥാപാത്രത്തിനെ കുറച്ച് സ്ഥലങ്ങളിൽ ഒരു കോമഡി പോലെ അവതരിപ്പിക്കുന്നത് തോന്നി. ആക്ച്വലി അവർ പറയുന്നതൊക്കെ കാര്യമാണ്. പിന്നെ ജോർജ് കുട്ടിയുടെ പ്രായത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് കോമഡി ആയിരിക്കും. ജീത്തു ജോസഫിന് അത് കോമഡി ആക്കാൻ തോന്നിയിട്ടുണ്ടാവും. എനിക്കത് അങ്ങനെ ഫണ്ണാക്കണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് കുറച്ച് വയലൻസ് സീക്വൻസുകളുണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പിള്ളേരെ കാണിക്കുക. ഇന്ന് തിയേറ്ററിൽ എൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, പക്ഷേ കുഞ്ഞുവാവയൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നത്, നിങ്ങൾ ദയവേത് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോകല്ലേ. കൊച്ചു കുഞ്ഞുങ്ങൾ, പിന്നെ ഫോൺ എടുത്ത് കാണാൻ വർത്താനം പറയുന്ന കുറേ മെനകെട്ടവന്മാർ, ഇതൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു. ആസ്വാദനത്തിനെ ബാധിക്കത്തക്ക രീതിയിലായിരുന്നു. പക്ഷെ പടം അങ്ങനെയാണ്, നമ്മളങ്ങ് പിടിച്ചിരുത്തി കളയും. അങ്ങനെ ഫാമിലി ആയിട്ട് പോകുന്ന ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇത് UA 13+ സിനിമയാണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പേരൻ്റൽ ഗൈഡൻസ്, വിവരമുള്ള പാരൻസിൻ്റെ ഗൈഡൻസ് ആവശ്യമുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ വയലൻസ് സീക്വൻസുകൾ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ അത് ഈ പറയുന്ന കഥാപാത്രത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ പടത്തിന് പോവല്ലേ എന്ന് എനിക്ക് പറയാനും തോന്നുന്നില്ല. പക്ഷെ അത്തരം സീനുകൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുമെങ്കിൽ, വയലൻസ് സീക്വൻസുകൾ നിങ്ങളെ ബാധിക്കുമെങ്കിൽ ഇത് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ജോർജ് കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ കുടുംബം വേറൊരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ആ സ്റ്റേജ് തൊട്ട്, ഇപ്പോൾ ദൃശ്യം 2 ചെയ്ത പോലെ തന്നെ 3 ജോർജ് കുട്ടിയുടെ ജീവിതം അടുത്തൊരു ലെവലിലേക്ക് പോയി. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് രസകരമായി പറഞ്ഞ് ദൃശ്യം 1 അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു ചാമുണ്ടായിരുന്നു. ആ കുടുംബത്തോട് നമുക്ക് സ്നേഹം തോന്നുന്ന പോലെ, നമുക്കും അങ്ങനെ ഒരു കുടുംബം വേണമെന്ന് ആഗ്രഹം തോന്നുന്ന പോലത്തെ ഒരു ചാം അതിതിലുണ്ട്. കുറേ ആൾക്കാർ പറയുന്ന, ഈവൻ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ള സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു സീരിയൽ മേക്കിംഗ് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ആ ദൃശ്യം 1 നമുക്ക് കിട്ടുന്നൊരു സന്തോഷത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഗ്രാജുവലി അടുത്ത പരിപാടിയിലേക്ക് പോയിട്ട്, പിന്നെ ഈ പടത്തിലെ വില്ലൻ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ, ദി മോസ്റ്റ് ഡിസേർവിങ് ഇമോഷൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് എല്ലാം കൊണ്ട്, അതായത് 1 2 നമ്മളൊക്കെ ഈ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിനെയും അയാളുടെ പ്രവർത്തികളെയൊക്കെ ഏതൊക്കെ തരത്തിൽ വിമർശിച്ചിട്ടുണ്ടോ, അവിടേക്ക് എന്തൊക്കെയാണോ സംഭവിച്ചിട്ടുള്ളത്, അതിനൊക്കെ ഇവിടെ കുറേ ബാലൻസ്, എങ്ങനെയാണ് അത് പറഞ്ഞു തരിക, അതായത് ദി മോസ്റ്റ് ഡിസേർവിങ്
കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അത് ഏതൊക്കെ പെർസ്പെക്റ്റീവിൽ നോക്കിയാലും ദി മോസ്റ്റ് ഡിസേർവിംഗ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകുന്നു. ആൻഡ് മുരളി ഗോപി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിവിടെ അവസാനിപ്പിച്ചുകൂടെ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് ചോദിക്കാൻ തോന്നിപ്പോവാണ്. ദിസ് ഈസ് എ ഗംഭീര പരിപാടി. ഇവിടം വരെയും ദൃശ്യം 3 എത്തിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഗംഭീര പരിപാടി. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദയവ് ചെയ്ത് ദൃശ്യം 4 എടുക്കരുത്. അമ്മാതിരി എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിനെ ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇനി ആ ക്യാരക്ടറിൽ നിന്ന് എങ്ങനെ ചാറൂറ്റി എടുക്കുന്നത്? ഞാൻ ഇപ്പോഴും പറയണം, അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു 1/4 മണിക്കൂർ സമയം ലാലേട്ടൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഞാനിപ്പോഴും റെഡിയാണ്. ഇപ്പോഴും ഒന്നുകൂടി കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. എനിക്ക് ലാലേട്ടൻ എന്താണ് ഇത്, മുഖത്ത് എന്തൊക്കെയാണ് അങ്ങേര് ചെയ്ത് വെക്കുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെർഫോമൻസിൽ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ലല്ലോ എന്ന് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് വീണ നന്ദകുമാറിൻ്റെ തുടക്കം മുതലേ തന്നെ ആ ക്യാരക്ടറിനെ പ്രെഡിക്റ്റബിൾ ആക്കുന്നൊരു പെർഫോമൻസ് ആണെന്ന് തോന്നിപ്പോയി. വീണയൊക്കെ ഒരു ഗംഭീര ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ ഈ ലിപ്പ് ഡയലോഗ് ഡെലിവറിയിലൊക്കെ എനിക്ക് കുറച്ച് എന്താ പറയുക, ഒരു അസ്വാഭാവികതയുടെ ഒരു എലമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തി നോക്കുമ്പോൾ അയ്യോ, എല്ലാവരുടെയും പെർഫോമൻസ്, ഈവൻ എസ്തർ, അൻസിബ, മീന, പിന്നെ ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ട് നമ്മൾ ഈ സിനിമയിൽ ആരെയൊക്കെ കാണുന്നുണ്ടോ എല്ലാവരും, ഇവരെയൊക്കെ ഓൾറെഡി നമുക്കറിയാം. ഈ ക്യാരക്ടേഴ്സിനെ നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് പരിപാടിയുടെ ആവശ്യമില്ല. അതിനുള്ളൊരു സമയലാഭം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു ക്യാരക്ടറിനെയൊക്കെ കൊണ്ടുവന്ന് അയാളുടെ കഥ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അത്രയൊന്നും സമയം ഇവിടെ വേണ്ടി വരുന്നില്ല. കുറച്ച് സ്പൂൺ ഫീഡിങ് പരിപാടികൾ ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ടങ്ങ് കയറുകയാണ്. അതുകൊണ്ട് 2.5 മണിക്കൂർ എടുത്തുള്ള ഈ പടത്തിൽ യാതൊരു ബോറടിയും ഇല്ല. ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഹാഫ്, നമ്മുടെ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കര കഴിച്ചിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും വേറെ ലെവൽ പരിപാടി, പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇത് ഫസ്റ്റ് ഹാഫ് മുതലേ രസമാണ്. അതായത് ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ആകെ 3 ഇറങ്ങിയിട്ടുള്ളൂ, 2ാമത്തെ പാർട്ട് അറിയാലോ, 3rd പാർട്ട് ഇസ് സോ ഗുഡ്. എനിക്ക് ലാലേട്ടന് പൊഴുത്തിയിട്ടും മതിയാതില്ല. ഞാനിനി എന്തൊക്കെയാണ് അങ്ങനെ പറയേണ്ടത്? അങ്ങേരുടെ കണ്ണ്, കൈകൾ, തിരിഞ്ഞുള്ള നടത്തം, സ്ലോ മോഷൻ, ഡയലോഗ് ഡെലിവറി, ഓരോ സീക്വൻസുകളും ഭയങ്കര രസമായിട്ടാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഹ്യൂമറുണ്ട്. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഹ്യൂമറല്ല, ആ സിറ്റുവേഷനിൽ ഈ ക്യാരക്ടേഴ്സിനെയും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുണ്ട്. ചില ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പ്രഷനിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നും, പിന്നെ അങ്ങോട്ട് ചെന്ന് കയറിക്കൂട് എന്ന് പറയാൻ തോന്നുന്ന പോലത്തെ സാധനങ്ങൾ. പിന്നെ ബ്രില്യൻസ് പരിപാടികൾ, നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ വേറെ ഒന്നും കാണാതെ, ഇതിനെക്കുറിച്ചുള്ള വേറെ അവലോകനങ്ങളൊന്നും കാണാതെ ഈ പടത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേറിട്ട ദൃശ്യം എക്സ്പീരിയൻസ് കിട്ടും. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. അതാണ് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, എസ്പെഷ്യലി ഫോർ അവർ ലാലേട്ടൻ. പിറന്നാൾ ദിവസം പുള്ളി തൂക്കിയിട്ടുണ്ട്, അമ്മാതിരി പരിപാടി. ആൻഡ് ജിത്തു ജോസഫ് സർ, നിങ്ങൾക്ക് എന്നാ പണി വെച്ചിരിക്കുക. ആ ക്യാരക്ടർ ആർക്ക് നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ശരിക്കും ദൃശ്യം കണ്ടിട്ട് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ ന്യായീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിൻ്റെ. പക്ഷേ ആ ക്യാരക്ടറിലെ റിയൽ പ്രശ്നം എന്താണ് എന്ന്, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഡയറക്ടർ പറഞ്ഞു തരാണ്. ഹീ ജസ്റ്റ് എന്താ പറയുക, ആ ക്യാരക്ടറിൻ്റെ ചാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ പറയുന്നത്, ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദയവേത് കൈയെടുത്ത് കുമ്പിട്ട് കേൾക്കരുത്. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദയവേത് നിങ്ങൾ ഇതിലൊന്നും ചെയ്യരുത്. ആൻഡ് ലാലേട്ടനെ, അയ്യോ എൻ്റെ ലാലേട്ടൻ, നമുക്ക് തിയേറ്ററിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് നമുക്ക് പ്രിയപ്പെട്ട അഭിനേതാക്കൾ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ആരാണെങ്കിലും ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ട് പുള്ളി എപ്പോഴും ചെയ്യുന്നതാണല്ലോ, പുള്ളിയിൽ നമുക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്നിടത്തുനിന്ന് എൻ്റെ മോനെ അങ്ങേരെന്തായി ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ, ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ പുകഴ്ത്തി തൂക്കിയടിച്ചിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു സങ്കടം പറയട്ടെ, കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും ആ ഇമോഷണൽ മറ്റേ സാധനം കിട്ടിയില്ല. ആൾക്കാർ ചില സിറ്റുവേഷൻസിനെ ഹീറോയിസമായിട്ടാണ് കാണുന്നത്. ആ ഹീറോയിസത്തിനും അപ്പുറത്ത് ജോർജ് കുട്ടി ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ ക്യാരക്ടർ, ആസ് എ ഫാദർ, ആസ് എ ക്ലാസിക് ക്രിമിനൽ വേറെ ലെവലിൽ ഈ പടത്തിൽ എത്തിച്ചിട്ടുണ്ട്. ആ ലെയേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മച്ചാനെ, നിങ്ങൾ പുറത്തിറങ്ങി ഒരു 100 പേരോട് പറയും ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്ന്. അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ചിലപ്പോൾ ആ പടത്തിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു 50% എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ. സീക്വൻസുകൾ രസമായിരുന്നു, ഫൺ ഉണ്ടായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു, എൻഗേജിങ് ആയിരുന്നു. മ്യൂസിക് ഗംഭീരമായിട്ടാണ്, സീക്വൻസിനൊക്കെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു. അനിൽ ജോൺസൺ ഹാസ് ഡൺ എ വെരി എന്താ പറയുക, ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ്, ഫാന്റാസ്റ്റിക് ജോബ്.
ആൻഡ് വിഷ്വലിൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആ പറയുന്ന കളർ ഗ്രേഡിങ് 1-2 സ്ഥലങ്ങളിൽ എന്താ ഇവരിങ്ങനെ ചെയ്തത്, അതിലെന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാറ്റി നിർത്തിയ, പ്രത്യേകിച്ച് റാണി ആൻഡ് അനു അവർ വീടിനകത്ത് വെച്ചിട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ സമയത്ത് എനിക്ക് ആ കളറിൽ ലൈറ്റിങ്ങിലൊക്കെ കുറച്ച് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിഷ്വൽ ഈ പടത്തിന് എന്താണോ വേണ്ടത് അത് അതുപോലെ. പിന്നെ ജോർജ് കുട്ടിയുടെ കുറേ ബ്രില്യൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു സീൻ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലൈമാക്സ് ടെസ്റ്റ് ഒന്നും അല്ല കേട്ടോ, തുടക്കത്തിൽ പുള്ളി ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഈ ക്യാരക്ടർ, അയാളുടെ അലേർട്ട്നെസ്, ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, ജീത്തു ജോസഫിൻ്റെ എഴുത്ത് എല്ലാം കൊണ്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ തിയേറ്റർ വാച്ച് ആൻഡ് ഇറ്റ്സ് എ ബർത്ത്ഡേ ട്രീറ്റ്. ലാലേട്ടൻ നമുക്ക് ഒരു പുള്ളിയുടെ പിറന്നാൾ എത്ര അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെയൊക്കെ എന്ത് പ്രായം. പുള്ളിയുടെ മെയ് 21 ഈ പിറന്നാൾ ദിവസം പുള്ളി 21 മെഴുകുതിരി വട്ടത്തിൽ കത്തിച്ച് വെച്ച് ഒരു അടിപൊളി കേക്ക് ആരാധകർക്ക് തന്നിരിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൂടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണൂ. തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കമൻറ്റ് ബോക്സും കൂടി വായിച്ച് നിങ്ങളുടെ ഒപ്പീനിയനും കൂടി അറിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.